ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കുറച്ച് അക്ഷരങ്ങളൊക്കെ പഠിച്ചുല്ലേ? റായും തായും പായും ഞായും ദായും ഒക്കെ. ഇനി നമുക്കിന്ന് പുതിയൊരു ഫ്രണ്ടിനെ പരിചയപ്പെടാം. പുതിയൊരു അക്ഷരത്തെ. എല്ലാ ക്ലാസ്സിലും നമ്മൾ ഫ്രണ്ടിനെ പരിചയപ്പെട്ടതൊക്കെ ഗെയിംസിലൂടെയും കഥയിലൂടെയൊക്കെ അല്ലേ? ഇന്ന് നമുക്ക് പുതിയൊരു ഗെയിം ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെയൊക്കെ വീട്ടിലെ കാറുകൾ ഉണ്ടാവുമല്ലോ, ഇഷ്ടംപോലെ ഒരുപാട് കാറുകൾ ഉണ്ടാവില്ലേ? ചെറിയ ചെറിയ കാറുകളും വലിയ വലിയ കാറുകളും ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് കാറുകൾ വെച്ചിട്ട് എങ്ങനെയാണ് പുതിയ അക്ഷരത്തെ കണ്ടെത്തുന്നതെന്നാണ് നോക്കുന്നത്. പുതിയ ഫ്രണ്ടിനെ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പുതിയ അക്ഷരത്തെ കണ്ടുപിടിക്കുന്നതെന്നായിരിക്കും നിങ്ങളുടെ സംശയം അല്ലേ? അത് സസ്പെൻസാ. നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. എല്ലാവരുടെയും വീട്ടിൽ ടോയ്സ് ഒക്കെ ഉണ്ടാവില്ലേ? ഇഷ്ടംപോലെ കാറുകള്. നിങ്ങൾക്ക് കാർ കൊണ്ട് കളിക്കാനും ഇഷ്ടമല്ലേ? കാർ റേസിങ്ങും ഒക്കെ നടത്താൻ. അപ്പൊ നമുക്ക് ഈ കാറും കൊണ്ട് എങ്ങനെയാ പുതിയ ഫ്രണ്ടിനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. നോക്കിക്കോ. കാറും കൊണ്ട് നമ്മുടെ പുതിയ ഫ്രണ്ടിനെ കിട്ടിയില്ലേ? ഈ ഫ്രണ്ടിന്റെ പേരാണ് മലയാള അക്ഷരം ര. എന്താണ്? മലയാള അക്ഷരം ര. അപ്പൊ ഇതിന്റെ ഷേപ്പ് നമുക്ക് ഒന്നും കൂടി നോക്കാം. ദേ റാ പോലെ വന്ന് അകത്തേക്ക് കയറി അല്ലേ? റാ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ, ഇങ്ങനെയല്ലേ ഇരിക്കുക. അപ്പോ ആ റാ എഴുതിയിട്ട് നിർത്താതെ അകത്തേക്ക് കയറി നിന്നു. ഇതാണ് രായുടെ ഷേപ്പ്. ഇത് ഈസി അല്ലേ? നമ്മളിങ്ങനെ വണ്ടിയൊക്കെ വെച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പൊ നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഗെയിംസ് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നല്ല രസം ഉണ്ടായിരുന്നോ കാർ വെച്ച് പുതിയ അക്ഷരത്തെ കണ്ടുപിടിച്ചത്? അപ്പൊ നമ്മൾ കാർ വെച്ച് കണ്ടുപിടിച്ച പുതിയ അക്ഷരത്തിന്റെ പേരെന്താ? പുതിയ ഫ്രണ്ടിന്റെ പേരെന്താ? രാ അല്ലേ? ഈ അക്ഷരമല്ലേ നിങ്ങൾ കണ്ടത്? രാ. എങ്ങനെയാ രാ എഴുതുന്നേ? റാ എഴുതി അകത്തേക്ക് ഒന്ന് കയറ്റിയാ മതി. സിമ്പിൾ അല്ലേ? എളുപ്പമല്ലേ? ഈസി അല്ലേ? ദാ റാ എഴുതി അകത്തേക്ക് ഒന്ന് കയറ്റി. അകത്തേക്ക് കയറ്റി പുറത്തേക്ക് ഇറക്കുന്നതാണ് താഴ്. അത്രയില്ല, ഇത് അകത്തേക്ക് കയറ്റിയാൽ മതി. അത്രേ ഉള്ളൂ. സിമ്പിളാ. നമുക്കിതൊന്ന് എഴുതി നോക്കാം. എഴുതുന്നോ? അപ്പൊ എല്ലാവരും ഡബിൾ ലൈൻ ബുക്കിൽ എഴുതണേ. ഇത് സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ രായൊന്ന് എഴുതി നോക്കാം. എന്നാ നോക്കിക്കോ. രാ എങ്ങനെ എഴുതുക? ആദ്യം നമ്മള് റാ എഴുതണം. റാ എഴുതാൻ നിങ്ങൾക്കൊക്കെ അറിയാലോ. പിന്നെ നിർത്താതെ അകത്തേക്ക് കയറ്റുക. അപ്പൊ രാ കിട്ടത്തില്ലേ? വീണ്ടും റാ എഴുതി നിർത്താതെ അകത്തേക്ക് കയറ്റുക. അപ്പൊ രാ കിട്ടത്തില്ലേ? ഒന്നും കൂടെ എഴുതാം. ദേ റാ എഴുതി നിർത്താതെ അകത്തേക്ക് കയറ്റുന്നു. അത്രേ ഉള്ളൂ രാ. സിമ്പിളാ. ഏറ്റവും സിമ്പിൾ അക്ഷരം അല്ലേ? ഒന്നും കൂടെ എഴുതി നോക്കാം. ദേ റാ എഴുതി നിർത്താതെ അകത്തേക്ക് കയറ്റുന്നു. സിമ്പിൾ. ദേ റാ എഴുതി ഇങ്ങനെ. സിമ്പിൾ. എഴുതി അകത്തേക്ക്. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ അക്ഷരം എഴുതാൻ എളുപ്പമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ അക്ഷരം?
അപ്പൊ ഈ അക്ഷരം എഴുതുമ്പോ നിങ്ങൾ എന്താ ഓർക്കണ്ടേ? നമ്മൾ കാറ് കൊണ്ട് രാ എഴുതിയത് ഓർക്കണം. അപ്പൊ നിങ്ങൾക്ക് വേഗം എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ ഈ ലെറ്റർ എളുപ്പമല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ ലെറ്റർ? ആണോ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വെരി ഗുഡ് ബോയ്സ് ആൻഡ് ഗുഡ് ഗേൾസ്. അപ്പോ നിങ്ങൾ വീട്ടില് നിങ്ങളുടെ ടോയ്സ് കാർ കൊണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. കാരണം നമ്മുടെ എല്ലാ ക്ലാസ്സുകളും വീണ്ടും എന്ന് പറയുന്നത് പോലെ തന്നെ തുടർച്ചയായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ബൈ.